എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു വാട്ടർ കളർ പെയിൻറ്റിംഗ് ആണ് ചെയ്യുന്നത്. പേപ്പർ കൊണ്ടുണ്ടാക്കിയ 2-3 കളിത്തോണികൾ വെള്ളത്തിൽ കിടക്കുന്ന ചിത്രമാണ് നമ്മൾ വരയ്ക്കുന്നത്. ഒരു വളരെ പഴയ ഫോട്ടോ കണ്ടപ്പോൾ തോന്നിയ പ്രചോദനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പെയിൻറ്റിംഗ് നമ്മൾ ചെയ്യുന്നത്. ചെറിയൊരു സ്കെച്ച് ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. വയലറ്റും ബ്ലൂവും ആണ് നമ്മൾ ആദ്യം എടുത്ത് ഉപയോഗിക്കുന്നത്. കൊബാൾട്ട് ബ്ലൂവും അതുപോലെ ക്രിംസൺ ലേക്കും മിക്സ് ചെയ്തിട്ടാണ് വയലറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് നേരിട്ട് വയലറ്റ് പെയിൻറ്റും എടുത്ത് ഉപയോഗിക്കാം. വയലറ്റ് ട്യൂബ് നമുക്ക് വാങ്ങാൻ കിട്ടും. ഈ തോണിയുടെ രൂപം അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ളതല്ല. കട്ടിയുള്ള പേപ്പറിൽ ഫിനിഷിങ്ങിൽ ചെയ്തിട്ടുള്ള ഒരു തോണിയല്ല. അലക്ഷ്യമായി പഴയ പേപ്പർ ഉപയോഗിച്ച് ചെയ്തിട്ടുള്ള പല ഷേപ്പിലുള്ള തോണികളാണ്. തോണിയുടെ ഉൾഭാഗത്തുള്ള ഷെയ്ഡുകളാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. ഒന്നാമത്തെ തോണിയുടെ നിറം സ്കാർലറ്റ് ലേക്കാണ്, അതായത് റെഡ് കളർ. അതോടൊപ്പം തന്നെ അതിൻ്റെ വശങ്ങളിൽ ഒരല്പം ബ്ലൂ കൂടി ചേർത്ത് മിക്സ് ചെയ്ത ഡാർക്ക് കളർ കൂടി കൊടുക്കുകയാണ്. 2 കളർ മിക്സ് ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. അടുത്തത് ക്രിംസൺ ലേക്കാണ്. നമ്മൾ പിങ്ക് എന്നൊക്കെ പറയുന്ന കളറിനോട് സാദൃശ്യമുള്ള കളറാണ്. മൂന്നാമത്തത് ഡയറക്റ്റായിട്ട് നമ്മൾ വയലറ്റ് പെയിൻ്റാണ് ഉപയോഗിക്കുന്നത്. അതിനുശേഷം നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് നനച്ചതിന് ശേഷം നമുക്ക് പെയിൻറ്റ് ചെയ്യാം. ഒബ്ജക്റ്റുകളെ ആദ്യം നമ്മൾ കൃത്യമായി വരച്ച് വെച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് ബാക്ക്ഗ്രൗണ്ട് ചെയ്യുന്നത്. വയലറ്റ് കളറാണ് നമ്മൾ കൂടുതലായിട്ടും ബാക്ക്ഗ്രൗണ്ടിന് കൊടുക്കുന്നത്. വെറ്റ് ആൻഡ് വെറ്റ് മെത്തേഡിലൂടെയാണ് നമ്മളിത് ചെയ്യുന്നത്. ഒബ്ജക്റ്റുകളുടെ എഡ്ജ് വളരെ സൂക്ഷിച്ച് നമ്മൾ പെയിൻറ്റ് ചെയ്യുക. റിഫ്ലക്ഷൻസ് ഒക്കെ കാണുന്ന രീതിയിൽ വെറ്റ് ആൻഡ് വെറ്റ് രീതിയിൽ തന്നെ നമുക്ക് ചെറിയ ബ്രഷ് ടച്ചുകളോട് കൂടിയിട്ട് പെയിൻറ്റ് ചെയ്ത് പോകാൻ സാധിക്കും. ആ ഒരു ലെയർ ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ചുകൂടി വ്യക്തമായി ഒബ്ജക്റ്റുകളെ എടുത്ത് കാണിക്കുന്നതിന് അല്പം കൂടി ഡാർക്ക് കളർ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഷെയ്ഡ്, അതുപോലെ തന്നെ വെള്ളത്തിലുള്ള റിഫ്ലക്ഷൻസ് അതെല്ലാം വരയ്ക്കാം. പൊതുവായി റെഡ് കളറിനെ സംബന്ധിച്ച് നമ്മൾ ബ്ലൂ ചേർത്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഡാർക്ക് കളറായിട്ട് അത് മാറ്റാൻ പറ്റും. അല്പം വയലറ്റ് കൂടി ചേർത്തിട്ടാണ് ഞാനിവിടെ ഇത് ചെയ്യുന്നത്. ക്രിംസൺ ലേക്ക് അല്ലെങ്കിൽ പിങ്കിനോട് കൂടി ബ്ലൂ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് വയലറ്റ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. തോണികളെ എടുത്ത് കാണിക്കുന്ന രീതിയിൽ അതിൻ്റെ ഷാർപ്പ് എഡ്ജുകളൊക്കെ പിൻ പോയിൻ്റ് ചെയ്തിട്ട് നമ്മൾ അത് വ്യക്തമായിട്ട് പെയിൻറ്റ് ചെയ്യുക. വെള്ളത്തിലുള്ള റിഫ്ലക്ഷൻസ് കൂടി അതോടൊപ്പം ചേർത്ത് നമുക്ക് വരയ്ക്കാം. അല്പം കൂടി ഡാർക്ക് ടോൺ എടുത്ത് വയലറ്റ് ബ്ലൂ ഡാർക്ക് ടോൺ എടുത്തിട്ട് വെള്ളത്തിലുള്ള മൂവ്മെൻറ്റ്സ് റിഫ്ലക്ഷൻസ് നമുക്ക് പെയിൻറ്റ് ചെയ്യാം. മുകൾ ഭാഗത്തും വെള്ളത്തിലെ ഷെയ്ഡുകളാണ് നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നത്. മാസ്കിംഗ് ടേപ്പ് മാറ്റിയിട്ടുണ്ട്. മാസ്കിംഗ് ടേപ്പ് വെക്കുമ്പോൾ ഒരു പ്രയോജനം നിങ്ങൾക്ക് കാണാം. നമ്മൾ പെയിൻറ്റിങ്ങിന് ഒരു വൈറ്റ് ബോർഡർ വന്നിട്ടുള്ളതുകൊണ്ട് ഇത് കൂടുതൽ അട്രാക്റ്റീവായി മാറ്റുന്നതിന് സഹായിക്കും. കുറച്ചുകൂടി ഡാർക്ക് കളർ എടുത്തു അത് ഷെയ്ഡിലും അതുപോലെ തന്നെ ഒബ്ജക്റ്റിൻ്റെ ആവശ്യമുള്ള ഭാഗങ്ങളിലും വരച്ചുകൊണ്ട് ഒന്നുകൂടി വ്യക്തത വരുത്തുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 2-3 ലെയറിൻ്റെ ഉള്ളിൽ നമ്മൾ പെയിൻറ്റിങ് ഫിനിഷ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കൂടുതൽ വർക്ക് ചെയ്യും തോറും പെയിൻറ്റിങ് ഡള്ളായി പോകുന്നതാണ് നമുക്ക് അനുഭവത്തിൽ കാണാൻ സാധിക്കുക.
ഈ കളറ് ഉണങ്ങുമ്പോൾ ഫെയ്ഡായി പോകുന്നതാണ് വാട്ടർ കളറിൻ്റെ പൊതുവായിട്ടുള്ള സ്വഭാവം. അപ്പോൾ റെഡ് കളർ ഒരല്പം കൂടി നമുക്ക് ഈ തോണിയുടെ ഭാഗത്ത് ചേർത്ത് കൊടുക്കാം. ഈ ഒരു വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ സ്ക്വയർ ബ്രഷ്, അതുപോലെ തന്നെ ബ്രസ്റ്റോയുടെ ചെറിയ മോപ്പ് ബ്രഷ് തുടങ്ങിയവയൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് മുൻപുള്ള പെയിൻറ്റിങ്ങുകളിൽ ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുള്ളതാണ്. 300 GSM ഉള്ള ബ്രസ്റ്റോയുടെ ഒരു ചെറിയ പേപ്പറാണ് നമ്മൾ ഇന്നത്തെ ക്യാൻവാസായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. വാട്ടർ കളറിൻ്റെ പേപ്പറുകൾ നിങ്ങൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് പേപ്പർ വാങ്ങി വെക്കരുത്. അതുപോലെ പഴയ പേപ്പറുകൾ ആണോ നമുക്ക് കിട്ടുന്നത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ബണ്ടിലൊക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ ഡേറ്റ് ശ്രദ്ധിക്കുക. പഴയ പേപ്പറുകൾ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് എങ്കിൽ വാട്ടർ വളരെ പെട്ടെന്ന് അബ്സോർബ് ചെയ്ത് പോവുകയും നമുക്കത് ഫിനിഷ് ചെയ്യാനുള്ള ടൈം പോലും കിട്ടാതിരിക്കുകയും ചെയ്യുന്ന സ്വഭാവം കാണാൻ സാധിക്കും. അപ്പോൾ കുറച്ചായിട്ട് പേപ്പറുകൾ വാങ്ങി വയ്ക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഇത് ഒരു വർഷത്തിലേറെ പഴക്കമുള്ള പേപ്പറാണ്. പക്ഷേ ഭാഗ്യവശാൽ ഇതിന് വലിയ തകരാറുകളൊന്നും വന്നിട്ടില്ല. നല്ല ഫിനിഷിങ്ങിൽ തന്നെ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനായി ബെൽ ബട്ടൺ അമർത്തുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.